പുതിയ വ്യാപാര നയം ഇന്ത്യക്കൊരു വെല്ലുവിളിയാകുന്നു. തപാൽ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ച് ഇന്ത്യ പ്രതികരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ വ്യാപാര നയം ഇന്ത്യയുമായി കടുത്ത വ്യാപാര സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കുന്നു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് ഭരണകൂടം 50% തീരുവ ഏർപ്പെടുത്തിയതിന് പിന്നാലെ ശക്തമായ നടപടികളുമായി ഇന്ത്യ രംഗത്തെത്തി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമേരിക്കയിലേക്കുള്ള തപാൽ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ച ഇന്ത്യയുടെ തീരുമാനമാണ്. ഇത് അമേരിക്കൻ നയങ്ങൾക്കെതിരെ ഇന്ത്യയുടെ ശക്തമായ മുന്നറിയിപ്പായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ട്രംപിന്റെ എക്സിക്യൂട്ടീവ് നമ്പർ 14324 അനുസരിച്ച് $800 വരെ വിലയുള്ള ഉൽപ്പന്നങ്ങൾക്കുള്ള കസ്റ്റംസ് തീരുവ ഇളവ് അമേരിക്ക റദ്ദാക്കി. നേരത്തെ അമേരിക്കയിലേക്ക് അയക്കുന്ന $800 താഴെ വിലയുള്ള ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ബാധകമായിരുന്നില്ല. എന്നാൽ പുതിയ നിയമം അനുസരിച്ച് $100 മുകളിലുള്ള എല്ലാ തപാൽ ഉൽപ്പന്നങ്ങൾക്കും ഇനി മുതൽ കസ്റ്റംസ് തീരുവ നൽകേണ്ടി വരും. ഈ നിയമം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട അവ്യക്തതകൾ ഇന്ത്യയെ ആശങ്കയിലാക്കി. തീരുവ പിരിക്കുന്നതിനും അടയ്ക്കുന്നതിനും ആവശ്യമായ സംവിധാനങ്ങൾ സംബന്ധിച്ച് അമേരിക്ക വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാത്തതാണ് പ്രധാന പ്രശ്നം. ഇതിന്റെ ഫലമായി അമേരിക്കയിലേക്കുള്ള തപാൽ ചരക്കുകൾ ഏറ്റെടുക്കാൻ വിമാന കമ്പനികൾ വിസമ്മതിച്ചു. ഈ സാഹചര്യത്തിൽ ഓഗസ്റ്റ് 25 മുതൽ അമേരിക്കയിലേക്കുള്ള എല്ലാ തപാൽ സേവനങ്ങളും താൽക്കാലികമായി നിർത്തിവെക്കാൻ ഇന്ത്യ തപാൽ വകുപ്പ് തീരുമാനിച്ചു. ഈ നടപടി അമേരിക്കയുടെ ഏകപക്ഷീയവും നീതിരഹിതവുമായ നയങ്ങളോടുള്ള ഇന്ത്യയുടെ ശക്തമായ പ്രതിഷേധമായി കാണാവുന്നതാണ്. ഇത് ആദ്യമായല്ല ട്രംപിന്റെ നയങ്ങൾ ഇന്ത്യക്ക് വെല്ലുവിളിയാകുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയതിന് ഇന്ത്യക്ക് 25% അധിക പിഴ ചുമത്താനുള്ള ട്രംപിന്റെ നീക്കവും വ്യാപാര സംഘർഷങ്ങൾക്ക് ആക്കം കൂട്ടിയിരുന്നു. ഈ നീക്കങ്ങൾ ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതും സ്വതന്ത്ര വ്യാപാര തത്വങ്ങൾക്ക് എതിരുമാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിൽ ഒന്നാണ് അമേരിക്ക. അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര തർക്കങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഈ തർക്കങ്ങൾ ഒരു ശീതയുദ്ധത്തിന് വഴി തുറക്കുമോ എന്ന് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നു. ഇന്ത്യൻ തപാൽ വകുപ്പിന്റെ ഈ ശക്തമായ നീക്കം ഒരു നയതന്ത്രപരമായ മുന്നറിയിപ്പാണ്. അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് ഈ സംഭവം തെളിയിക്കുന്നു. ഒരു വശത്ത് നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇന്ത്യ ശ്രമിക്കുമ്പോൾ തന്നെ മറുവശത്ത് ആവശ്യമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കാനും ഇന്ത്യ മടിക്കുന്നില്ല. ഈ നടപടി മറ്റു രാജ്യങ്ങൾക്കും പ്രചോദനമാകും. സ്വന്തം രാജ്യത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ശക്തമായ നിലകൊള്ളേണ്ടതിന്റെ പ്രാധാന്യം ഈ സംഭവം എടുത്തു കാണിക്കുന്നു. തപാൽ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചത് മൂലം ഉപഭോക്താക്കൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കാൻ ഇന്ത്യൻ തപാൽ വകുപ്പ് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇതിനകം ബുക്ക് ചെയ്ത സാധനങ്ങൾക്ക് തപാൽ ചാർജ് തിരികെ നൽകാൻ ഉപഭോക്താക്കൾക്ക് ആവശ്യപ്പെടാം. അതേസമയം $100 താഴെ വിലയുള്ള സമ്മാനങ്ങൾ അമേരിക്കയിലേക്ക് അയക്കുന്നതിന് തടസ്സമില്ല. ഈ ക്രമീകരണം ഉപഭോക്താക്കൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ സഹായിക്കും. ഈ വ്യാപാര സംഘർഷങ്ങൾ എങ്ങനെ പരിഹരിക്കപ്പെടുമെന്ന് കാത്തിരുന്നു കാണേണ്ടിയിരിക്കുന്നു. നയതന്ത്ര ചർച്ചകൾ വിജയിച്ചാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാവാം. എന്നാൽ ട്രംപിന്റെ നയങ്ങൾ മാറ്റമില്ലാതെ തുടർന്നാൽ ഇന്ത്യ കൂടുതൽ ശക്തമായ നടപടികളിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. ഭാവിയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം എങ്ങനെയായിരിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ലോകത്തിന്റെ സാമ്പത്തിക ഭാവി. ഈ പ്രതിസന്ധി ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കുന്നുണ്ടോ, അതോ വെറും ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണോ ഇത്?